ഹായ് സർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹയർ സ്റ്റഡീസിന് പോകുന്ന ഒരു സ്റ്റുഡൻറ്റ് ഒബ്വിയസ്ലി കൺഫ്യൂസ്ഡ് ആയിരിക്കും നമ്മൾ ഏത് കൺട്രി ചൂസ് ചെയ്യണം, ഇന്ത്യയിൽ തന്നെ പഠിക്കണോ അല്ലെങ്കിൽ വിദേശത്ത് പോയി പഠിക്കണോ എന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മൾ എന്തിൻ്റെ ബേസിലാണ് നമ്മൾ ഡെസ്റ്റിനേഷൻ ചൂസ് ചെയ്യുന്നത്? നമ്മൾ ഏത് കോഴ്സാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് അതിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമായിരിക്കണം നമ്മളൊരു സ്റ്റഡി ഡെസ്റ്റിനേഷൻ ചൂസ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിങ്ങിനെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഇന്ത്യ എന്ന് പറയുന്ന കൺട്രിയെ ചൂസ് ചെയ്തതിനേക്കാൾ എത്രയോ ബെറ്റർ ഓപ്പർച്യൂണിറ്റി ആയിരിക്കും അവർ ജർമ്മനി അല്ലെങ്കിൽ സ്വീഡൻ പോലുള്ള രാജ്യങ്ങൾ ചൂസ് ചെയ്യുന്നത്. നേരെ തിരിച്ച് MBBS ഒരു ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാനായിരിക്കും അവർ കൂടുതൽ പ്രയോറിറ്റി നൽകുക. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ തന്നെയായിരിക്കും അവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഏത് കോഴ്സാണ് അല്ലെങ്കിൽ ഏത് ഇൻഡസ്ട്രിയിലേക്കാണ് നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്നത് എന്നതൊരു മെയിൻ ഫാക്ടർ ആയിരിക്കണം നമ്മൾ സ്റ്റഡി ഡെസ്റ്റിനേഷൻ ചൂസ് ചെയ്യുമ്പോൾ. രണ്ടാമത്തെ കാര്യം നമ്മുടെ ബജറ്റാണ്. ഫോർ എക്സാമ്പിൾ, ഇന്ത്യയിൽ പഠിക്കുക എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി എക്സ്പെൻസ് വരാറുണ്ട് ചില രാജ്യങ്ങൾ, UK, USA, കാനഡ പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഒരു അബ്രോഡിൽ പോയി പഠിക്കുമ്പോൾ വരുന്നത്. എന്നിരുന്നാലും ഇന്ത്യൻ എഡ്യൂക്കേഷൻ്റെ അതേ എക്സ്പെൻസിൽ പഠിക്കാൻ പറ്റുന്ന ചില രാജ്യങ്ങളുണ്ട്. യൂറോപ്യൻ കൺട്രി, ലാറ്റ്വിയ, ലിത്വേനിയ പോലുള്ള രാജ്യങ്ങളിലൊക്കെ 2-2.5 ലക്ഷം രൂപ മാത്രമേ ട്യൂഷൻ ഫീ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ബജറ്റും ഒരു കൺസിഡറബിൾ ഫാക്ടർ ആയിരിക്കും നമ്മൾ സ്റ്റഡി ഡെസ്റ്റിനേഷൻ ചൂസ് ചെയ്യുമ്പോൾ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഏതൊരു കോഴ്സ് പഠിക്കുമ്പോഴും നമുക്കൊരു ആഗ്രഹം ഉണ്ടാകും, ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം, അല്ലെങ്കിൽ ഈ ഇത്രയും ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം, അല്ലെങ്കിൽ ഇത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം എന്നുള്ളത് അതും ഇതിൻ്റെ ഒരു മെയിൻ ഫാക്ടർ തന്നെയായിരിക്കും. സോ ഒരുപാട് ഫാക്ടേഴ്സിനെ നമ്മൾ ബന്ധപ്പെടുത്തിക്കൊണ്ട് മാത്രമാണ് നമുക്കൊരു സ്റ്റഡി ഡെസ്റ്റിനേഷൻ കൺഫേം ചെയ്യാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു കരിയർ ഗൈഡൻസിൻ്റെ സഹായം നിങ്ങൾക്ക് ആവശ്യപ്പെടാവുന്നതാണ് സ്റ്റഡി ഡെസ്റ്റിനേഷൻ ചൂസ് ചെയ്യാനും ഏത് കരിയർ ആണെന്ന് മനസ്സിലാക്കിക്കൊള്ളാൻ.